Welcome, dear children. Today we going to discuss the question and answers in the 10th standard SS part first, the chapter Culture and Nationalism. Culture and Nationalism. Once you have question, read it carefully first. Its point should be given exactly when answering question. If the question is for 2 marks, 2 points must be written. If we do this, we can score good marks. After seeing the class, everyone write it down on a note and study well. പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 10th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ഭാഗം 1 സംസ്കാരവും ദേശീയതയും എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളെ കുറിച്ചാണ്. നമുക്ക് ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നന്നായി അത് വായിച്ചു നോക്കുക. ഉത്തരം നൽകുമ്പോൾ പോയിന്റുകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുക. ഉദാഹരണമായി 2 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ 2 പോയിന്റ് നിർബന്ധമായും ഉത്തരത്തിൽ ഉണ്ടായിരിക്കണം. 4 മാർക്കിൻ്റെതാണെങ്കിൽ 4 പോയിന്റ് നിർബന്ധമായിട്ട് ഉത്തരത്തിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും നല്ല സ്കോർ ചെയ്യാൻ സാധിക്കും. ഈ ക്ലാസ് കണ്ടതിന് ശേഷം എല്ലാവരും ഒരു നോട്ട്ബുക്ക് എടുക്കുക, അതിൽ എല്ലാ ചോദ്യോത്തരങ്ങളും പകർത്തി എഴുതുക, നന്നായി പഠിക്കുക. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 1. വാട്ട് ഈസ് നാഷണാലിസം? ദേശീയത എന്നാൽ എന്ത്? ആൻസർ: nationalism is the sense of unity that exists among the people of a nation irrespective of caste, creed, region and religion. അതായത് ജാതി, മത, വർഗ, പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് ഉപരിയായി ഒരു രാജ്യത്തെ ജനതയുടെ മാനസിക ഐക്യമാണ് ദേശീയത എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2. What are the factors contributed to the formation of Indian nationalism? ഇന്ത്യൻ ദേശീയത രൂപപ്പെടാനിടയാക്കിയ ഘടകങ്ങൾ ഏവ? ആൻസർ: ഫസ്റ്റ് പോയിന്റ്, കൊളോണിയൽ റൂൾ, കോളനി ഭരണം. സെക്കൻഡ് പോയിന്റ്, സോഷ്യൽ റിഫോംസ്, സാമൂഹ്യ പരിഷ്കരണം. തേർഡ് പോയിന്റ്, ന്യൂസ് പേപ്പേഴ്സ്, വർത്തമാന പത്രങ്ങൾ. ഫോർത്ത് പോയിന്റ്, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. ഫിഫ്ത്ത് പോയിന്റ്, ലിറ്ററേച്ചർ ആൻഡ് ആർട്ട്, സാഹിത്യവും കലയും. Question number 3. Evaluate how changes in education influenced the emergence of Indian nationalism. അതായത് ഇന്ത്യൻ ദേശീയത രൂപപ്പെടുത്തുന്നതിൽ വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾ വഹിച്ച പങ്ക് വിലയിരുത്തുക. ആൻസർ: ഫസ്റ്റ് പോയിന്റ്, എസ്റ്റാബ്ലിഷ്ഡ് നാഷണൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. And second point, imparted secular education, മതേതര വിദ്യാഭ്യാസം എല്ലാ വിഭാഗക്കാർക്കും ലഭ്യമായി. Then third point, established Deccan Education Society, Deccan Education Society സ്ഥാപിക്കപ്പെട്ടു. Then fourth point, started the first Indian women university in Maharashtra, മഹാരാഷ്ട്രയിൽ ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ വുമൺ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ടു. Then question number 4. Find out the objectives of introducing English education in India. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ട് ബ്രിട്ടീഷുകാർ ലക്ഷ്യമിട്ടത് എന്തായിരുന്നു? ആൻസർ: the first point, to prepare a generation that favors English lifestyle. അതായത് ഇംഗ്ലീഷുകാരുടെ ജീവിത രീതിയോട് താല്പര്യമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുക. സെക്കൻഡ് പോയിന്റ്, to create class of people obedience to the British rule. അതായത് ബ്രിട്ടീഷ് ഭരണത്തെ അനുസരിക്കുന്ന ഒരു ജനതയെ സൃഷ്ടിക്കുക. Question number 5. What were the main objectives of social reform movements? ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു? ആൻസർ: the first point, to eradicate evils and superstitions that existed in the Indian society.
അതായത് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ അനാചാരങ്ങളെ എതിർക്കുക. Then second point, to ensure equal civil rights to education, travel and dress code. അതായത് എല്ലാ മനുഷ്യർക്കും വിവേചനങ്ങളില്ലാതെ വഴി നടക്കാനും വസ്ത്രം ധരിക്കാനും വിദ്യാഭ്യാസം നേടാനുമുള്ള പൗരാവകാശങ്ങൾ നേടിയെടുക്കുക. Question number 6. Evaluate the role of Raja Ram Mohan Roy in the modernization of Indian society. അതായത് ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിന് രാജാറാം മോഹൻ റോയ് വഹിച്ച പങ്ക് എന്താണ്? ആൻസർ, ഫസ്റ്റ് പോയിന്റ്, opposite caste system, അതായത് ജാതി വ്യവസ്ഥ എതിർത്തു. സെക്കൻഡ് പോയിന്റ്, opposite സതി ആൻഡ് സോഷ്യൽ ഈവിൾസ്, സതി എന്ന ദുരാചാരത്തെ എതിർത്തു. തേർഡ് പോയിന്റ്, യൂണിഫൈഡ് ഇന്ത്യൻ സൊസൈറ്റി, ഒരൊറ്റ ഇന്ത്യൻ സമൂഹം എന്ന ആശയം പ്രചരിപ്പിച്ചു. ഫോർത്ത് പോയിന്റ്, ഐഡിയ ഓഫ് പാട്രിയോട്ടിസം, ദേശസ്നേഹം എന്ന ആശയം പ്രചരിപ്പിച്ചു. ഫിഫ്ത്ത് പോയിന്റ്, വുമൺ ടു ഓൺ പ്രോപ്പർട്ടി, സ്ത്രീകൾക്ക് സ്വത്തവകാശം എന്ന ആശയം പ്രചരിപ്പിച്ചു. Question number 7. What proposals were advanced by the social reformers for bringing fundamental changes in the society? അതായത് ഇന്ത്യൻ സമൂഹത്തിൽ അടിസ്ഥാന മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് സാമൂഹ്യ പരിഷ്കർത്താക്കൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ എന്തെല്ലാമായിരുന്നു? ആൻസർ, ദ ഫസ്റ്റ് പോയിന്റ്, എറാഡിക്കേറ്റ് കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യുക. സെക്കൻഡ് പോയിന്റ്, പ്രൊട്ടക്ട് ദ റൈറ്റ് ഓഫ് ഓൾ, എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക. തേർഡ് പോയിന്റ്, എലിമിനേറ്റ് ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് വുമൺ, സ്ത്രീകൾക്കെതിരായിട്ടുള്ള വിവേചനങ്ങൾ അവസാനിപ്പിക്കുക. ഫോർത്ത് പോയിന്റ്, പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ടു ഓൾ, എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക. ഫിഫ്ത്ത് പോയിന്റ്, പ്രൊമോട്ട് വിഡോ റീമാരേജ്, വിധവ പുനർവിവാഹം നടപ്പിലാക്കുക. Sixth point, abolish child marriage and eliminate the supremacy of the clergy, ശൈശവവിവാഹം, പൗരോഹിത്യ മേധാവിത്വം എന്നിവ അവസാനിപ്പിക്കുക. Question number 8. Who proposed Wardha education plan? What was its aim? വാർധ വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിച്ചതാരാണ്? അതിന്റെ സവിശേഷത എന്ത്? ആൻസർ, വാർധ പ്ലാൻ പ്രപ്പോസ്ഡ് ബൈ ഗാന്ധിജി. വാർധ പദ്ധതി ഗാന്ധിജിയുടെ ആശയമായിരുന്നു. വാട്ട് ആർ ദി എയിംസ്? എന്താണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഫസ്റ്റ് പോയിന്റ്, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഒരു ലക്ഷ്യമാണ്. സെക്കൻഡ് പോയിന്റ്, ഹെൽപ് ടു ബിൽഡ് അപ്പ് എ ഗുഡ് ഫ്യൂച്ചർ ടു ഡിഫെൻഡ് ദ ബ്രിട്ടീഷ്, വളർന്നു വരുന്ന തലമുറയിലൂടെ ബ്രിട്ടീഷുകാരെ പ്രതിരോധിക്കുക എന്നുള്ളത് മറ്റൊരു ലക്ഷ്യമായിരുന്നു. Question number 9. Write the social evils abolished the British as a result of the activities of the social reformers. അതായത് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ സ്വാധീനത്താൽ ബ്രിട്ടീഷുകാർ കൈക്കൊണ്ട നടപടികൾ എന്തൊക്കെയായിരുന്നു? ആൻസർ, ദ ഫസ്റ്റ് പോയിന്റ്, പ്രിവെന്റഡ് മാരേജ് ഓഫ് ഗേൾസ് ബിലോ 12 years of age, അതായത് 12 വയസ്സിന് താഴെ പ്രായമുള്ള പെൺകുട്ടികളുടെ വിവാഹത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സെക്കൻഡ് പോയിന്റ്, ബാൻഡ് ഫീമെയിൽ ഇൻഫാൻസൈഡ്, പെൺ ശിശുഹത്യ നിരോധിച്ചു. തേർഡ് പോയിന്റ്, ലെജിസ്ലേഷൻസ് അബോളിഷിംഗ് സോഷ്യൽ ഈവിൾസ്, സാമൂഹ്യ അനാചാരങ്ങൾ നിരോധിക്കാനായിട്ട് നിയമങ്ങൾ കൊണ്ടുവന്നു. ഫോർത്ത് പോയിന്റ്, abolished the സതി സിസ്റ്റം, സതി സമ്പ്രദായം നിരോധിച്ചു. ഫിഫ്ത്ത് പോയിന്റ്, abolished slavery, അടിമത്തം നിരോധിച്ചു. സിക്സ്ത് പോയിന്റ്, prevented child marriage and polygamy, ശൈശവവിവാഹം അതുപോലെ തന്നെ ബഹുഭാര്യത്വം എന്നിവ നിരോധിച്ചു. സെവൻത് പോയിന്റ്, permitted widow remarriage, വിധവ പുനർവിവാഹം അനുവദിച്ചു. Question number 10. Who portrayed the painting Village Drummer, ഗ്രാമീണ ചണ്ടക്കാരൻ എന്ന ചിത്രം രചിച്ചത് ആരാണ്? ആൻസർ, നന്ദലാൽ ബോസ്. നന്ദലാൽ ബോസ്. Question number 11. Explain the role of newspapers in propagating the ideas of Indian national movement.
അതായത് ഇന്ത്യൻ ദേശീയത വളരുന്നതിൽ പത്രങ്ങൾ വഹിച്ച പങ്ക് എന്താണ്? ആൻസർ, the first point, criticized the activities of the British government through newspapers. അതായത് പത്രങ്ങളിലൂടെ ബ്രിട്ടീഷുകാരുടെ പ്രവർത്തനങ്ങളെ വിമർശിച്ചു. Then second point, newspapers were published in various languages. അതായത് വിവിധ ഭാഷകളിൽ പത്രങ്ങൾ പ്രസിദ്ധപ്പെടുത്തി. Then third point, newspapers gave emphasis on nationalism, social reform and democracy. ദേശീയത, സാമൂഹ്യ പരിഷ്കരണം, ജനാധിപത്യം എന്നിവയ്ക്ക് വർത്തമാന പത്രങ്ങൾ പ്രാധാന്യം നൽകി. Then question number 12, who was the pioneer among the social reformers who strived for the modernization of Indian society? ഇന്ത്യൻ സമൂഹത്തിന്റെ നവീകരണത്തിനായി പരിശ്രമിച്ച സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ പ്രധാനി ആരാണ്? ആൻസർ, രാജാറാം മോഹൻ റായ്. രാജാറാം മോഹൻ റായ്. Question number 13, who wrote the drama നീൽ ദർപ്പൺ? നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ആരാണ്? ആൻസർ, ദീനബന്ധു മിത്ര. ദീനബന്ധു മിത്ര. Then question number 14, who is the author of the novel ആനന്ദമഠം? ആനന്ദമഠം എന്ന കൃതി രചിച്ചത് ആരാണ്? ആൻസർ, ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജി. Then question number 15, the founder of Indian Oriental Society. ഇന്ത്യൻ ഓറിയന്റൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? ആൻസർ, അഭിനേന്ദ്രനാഥ് ടാഗോർ. അഭിനേന്ദ്രനാഥ ടാഗോർ. Then question number 16, who enacted the Vernacular Press Act? നാട്ടുഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആരാണ്? ആൻസർ, ലോർഡ് ലിട്ടൺ. ലിട്ടൺ പ്രഭു. Then question number 17, the social reform movement established by രാജാറാം മോഹൻ റായ്. രാജാറാം മോഹൻ റായ് സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? ആൻസർ, ബ്രഹ്മ സമാജ്. ബ്രഹ്മ സമാജ്. Question number 18, following are some ideas envision a national education. List the institution that work for these ideas. ദേശീയ വിദ്യാഭ്യാസ ആശയങ്ങളും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ പേരുകളും കാണിക്കുന്ന പട്ടിക അത് മനസ്സിലാക്കുക. The first point, secularism, മതേതരത്വം. Then ജാമിയ മില്ലിയ ഇസ്ലാമിയ. Then second point, nationalism, ദേശീയത, ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. Then third point, women empowerment, സ്ത്രീ ശാക്തീകരണം, women university. Then fourth point, internationalism, അന്താരാഷ്ട്രവാദം, വിശ്വഭാരതി. Then fifth point, revival of traditional arts, പരമ്പരാഗത കലകളുടെ പുനരുജ്ജീവനം, കേരള കലാമണ്ഡലം. Then sixth point, vocational education, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, വാർധ സിസ്റ്റം. Question number 19, following are some national newspapers and their leaders. ദേശീയ പത്രങ്ങളും അവയുടെ നേതാക്കളും കാണിക്കുന്ന പട്ടിക മനസ്സിലാക്കുക. Then name of the newspaper. First point, Young India. Then leader Mahatma Gandhi. Then Kesari, leader Bal Gangadhar Tilak. Nation, leader Lala Lajpat Rai. Then fourth one, Vande Mataram, leader Gopalakrishna Gokhale. Then question number 20, following are some social reformers and their movements. സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരുടെ പ്രസ്ഥാനങ്ങളും കാണിക്കുന്ന പട്ടിക മനസ്സിലാക്കുക. The first point, the social reformer Swami Vivekananda, Ramakrishna Mission. Sir Said Ahmad Khan, Aligarh movement. Then third point, Atmaram Pandurang, Prarthana Samaj. Jyotiba Phule, Satyashodak Samaj. Then fifth point, E.V. Ramaswamy Naicker, Self-Respect Movement, Swabhimana Prasthana.
Sixth point, Swami Dayananda Saraswati, Arya Samaj. Then seventh point, Brahma Samaj, Rajaram Mohan Roy. Then Rajaram Mohan Roy, Brahma Samaj. Then eighth point, Sri Narayana Guru, Sri Narayana Dharma Paripalana Yogam, SNDP. Then question number 21, following are some painting and artists. പ്രധാനപ്പെട്ട ചില ചിത്രകാരന്മാരും അവരുടെ ചിത്രങ്ങളും മനസ്സിലാക്കുക. Then ഭാരത് മാത, അഭിനേന്ദ്രനാഥ് ടാഗോർ. Then Sati and village drummer, Nandalal Bose. Then third point, village life, Amartya Gill. Question number 22, who founded Kerala Kalamandalam? Kerala Kalamandalam സ്ഥാപിച്ചത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോൾ നാരായണ മേനോൻ. Today's class is over. Thank you.